ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന്. അങ്ങനെ രാവിലത്തേക്കുള്ള ആഹാരവും ഉച്ചത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഗ്യാസ് വെച്ച് തീർന്നിരിക്കുകയാണ്. എന്നാലും കൂടുതൽ അടുപ്പിനകത്ത് എല്ലാവരും വെക്കാൻ ശ്രമിക്കാറുള്ളൂ. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദുമാണ്. കഴിക്കാനായിരുന്നാലും നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ രാവിലെ അടുപ്പ് കത്തിക്കുന്നത് മണ്ണെണ്ണ ഒഴിച്ചാണ് അടുപ്പ് കത്തിക്കുന്നത്, അല്ലാതെ കത്തത്തില്ല. വിറകാണെങ്കിൽ ചെറിയൊരു പച്ചയുണ്ട്, ചേട്ടാ ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജ് ഞാൻ തുറന്നിട്ട് അടച്ചെന്ന് വെച്ചാൽ ഇതിന് കറണ്ട് ഇല്ലെന്ന് ഞാൻ നോക്കുമായിരുന്നു. കറണ്ട് ഉണ്ടായിരുന്നു, പിന്നീട് ലൈറ്റ് കത്തിയത്. അപ്പോൾ ആദ്യം എന്തോ ഓഫായി കിടക്കുവായിരുന്നു. അത് രാവിലെ കറി വെക്കാനുള്ള ഇതൊക്കെ ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുവായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കപ്പോഴേ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ തലേദിവസമായിട്ട് നമ്മളിങ്ങനെ ഇന്ന കറി വെക്കണമെന്ന് നോക്കത്തില്ല. ഫ്രിഡ്ജിനകത്ത് എന്താണ് ഇരിക്കുന്നത് അത് തന്നെ കറി വെക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സിമ്പിളായിട്ട് ചെയ്യാനുള്ള പരിപ്പിരിപ്പുണ്ട്, സാമ്പാറും കൂടി വെച്ചിട്ട് ഒരു കറി വെക്കാം. പിന്നെ ഞാൻ ഫ്രിഡ്ജിനായി അത് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറി ആയിരുന്നാലും എല്ലാം കൂടുതലായിട്ട് നീറ്റായിട്ട് വെക്കാൻ നോക്കും. ഫ്രിഡ്ജിനകത്ത് പിന്നെ ഓരോ സാധനങ്ങൾ വെക്കുന്നതിനൊക്കെ എഴുതിയൊക്കെ വെക്കും. ഇതുപോലെ പച്ചക്കറിയും പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ പരിപ്പൊക്കെ അങ്ങനെ എഴുതി വെക്കും. അപ്പോൾ ഞാൻ ഓരോ സാമ്പാറിന് വേണ്ടിയുള്ളതൊക്കെ എടുക്കുവാണ്. അപ്പോൾ എളുപ്പമായിട്ട് നമുക്ക് സാമ്പാർ ചെയ്യാമല്ലോ. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചോറ് വെച്ചു. അടുത്തൊരു മറ്റേ അടുപ്പിലോട്ട് ഈ സാമ്പാറിൻ്റെ കുക്കർ വെക്കാന്ന് വെച്ചാൽ ഗ്യാസിൽ വെക്കുന്നതായിരിക്കും കുക്കർ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ തീർന്നിരിക്കുന്നതുകൊണ്ട് കുക്കർ പിന്നെ അടുപ്പിനകത്തോട്ട് വെച്ച് അങ്ങനെ അരിയൊക്കെ തിളച്ചു. അങ്ങനെ എൻ്റെ പിന്നെ ആ ഒരു തീ കിട്ടുന്നതിന് മുന്നേ തന്നെ ചായ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്ക് ഉള്ളത് അടുപ്പി വെച്ചു. പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു, ഉണക്കമീനും അത് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ അത് കൂടുതൽ ഇന്ന് ചേട്ടനെ കൊണ്ടുപോകേണ്ടത് അത് ഞാൻ എടുത്തില്ല. ചേട്ടൻ എന്നും രാവിലെ കൊണ്ടുപോകുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ചോറ് എന്തെങ്കിലും സിമ്പിൾ കറി ആയിരിക്കും. പിന്നെ വെളിയിൽ സൂര്യനെ നോക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അങ്ങനെ ഒരു 5-5:30 എണീറ്റത്. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങി. അങ്ങനെ അവിടുത്തെ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി. ഇതിന് ചീരയിൽ നിന്ന് വിത്ത് എടുക്കണം. ചീരയിൽ നല്ല വിത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കാൻ കൊള്ളത്തില്ല, പുരുഷല്യം കാരണം കറി വെക്കാനൊന്നും കൊള്ളത്തില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ ഞാൻ കൂടുതലും ഇത് ലക്കി ബാമാണ്. ലക്കി ബാമ്പൂവിൽ ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് അത് നല്ലതായിട്ട് കിളർത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പോഴേ പുറത്തിറങ്ങി വീണ്ടും ഞാൻ സൂര്യനെ നോക്കി പിന്നെ വിചാരിച്ച് ചായ കുടിക്കാൻ. അപ്പോൾ എൻ്റെ കുഞ്ഞു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.